എല്ലാവർക്കും നമസ്കാരം. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഗ്രീൻ സ്ക്രീനിൽ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കിയിട്ട് ഫെയിലിയറായി എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് സെറ്റിങ്സ് വേണ്ടത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും, അതായത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള AI വെച്ചിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ബ്ലാക്ക് സ്ക്രീൻ കണ്ടോ? ഇത് ബ്ലാക്ക് ക്ലോത്താണ്, തുണിയാണ്, ബ്ലാക്ക് കളറിൽ തുണിയാണ്. അപ്പോൾ ഇതുപോലെ തുണി കെട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചുമരിൻ്റെ അടുത്തുണ്ട്, അതായത് വൈറ്റ് കളറുള്ള ചുമരോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തുള്ള ചുമരോ എന്തായിക്കോട്ടെ, സിംഗിൾ കളറായാൽ അത്രയും നല്ലത്. അങ്ങനെയുള്ള ചുമരിൻ്റെ അടുത്ത് നിന്നിട്ട് ഫുള്ളായിട്ട് ബ്ലാങ്ക് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അതായത് ചുറ്റിലും ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് കിട്ടുമെങ്കിൽ നല്ലത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, നമുക്ക് AI വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി നിങ്ങളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലുള്ള പല 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 ഡിസൈൻസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ എവിടുന്ന് ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ലൈറ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസ് എപ്പോഴും ക്വാളിറ്റിയോട് കാണണമെങ്കിൽ ഫേസിലേക്ക് ലൈറ്റ് കിട്ടുന്ന രൂപത്തിൽ വേണം സെറ്റ് ചെയ്യാനത്. ലൈറ്റ് അടിച്ചാലും വേണ്ടിയില്ല, സൺലൈറ്റ് ആയാലും വേണ്ടി, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ഫേസ് ക്ലിയർ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് വലിയ കാര്യമാക്കണ്ടല്ല. ഇനി ഇതെങ്ങനെയാണ് AI ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് നോക്കാം. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ CapCut നിങ്ങൾക്ക് വേണമെങ്കിൽ VN ഉപയോഗിക്കാം. VN പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ VN എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. മാസ്കിംഗ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ മാസ്കിംഗ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ, VN മാസ്കിംഗ് അടിച്ചു കൊടുത്താൽ VN ചെയ്യുന്നവർക്ക് കിട്ടും. CapCut ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് CapCutലാണ് കൊടുക്കുന്നത്. അപ്പോൾ CapCut നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ VPN ഒക്കെ വേണം. VPN ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കിട്ടും. അപ്പം ഈ പ്രോട്ടോൺ VPN എന്നുള്ള VPN ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് കൊടുക്കുക, എന്നിട്ട് ബാക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് നമ്മുടെ CapCut ഓപ്പൺ ആക്കുക. CapCut നേരത്തെ ഞാൻ എടുത്തു വെച്ചാണ്, ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ CapCutൽ വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. ഏതാണ് നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ, അതെടുക്കാം. അപ്പോൾ CapCutൽ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഓപ്പൺ ആക്കി. ഇനി ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന മുമ്പ് ഞാൻ ജസ്റ്റ് മ്യൂട്ട് ചെയ്യുന്നുണ്ട് സൗണ്ട്. നമുക്ക് ആ സൗണ്ട് വേണ്ട. ഇനി ഇതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്കത് ആ ലൈറ്റിൽ കറക്റ്റായിട്ട് ബ്ലാക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കുന്നൊന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ കോൺട്രാസ്റ്റ് ഇതൊക്കെ കൂട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ മാറുന്നുണ്ടോ, കോൺട്രാസ്റ്റ് കൂട്ടുക. അതുപോലെ ബ്രൈറ്റ്നസ് കുറച്ച് നോക്കുക. ഓരോന്നും നിങ്ങൾ അനുസരിച്ച് ചെയ്ത് നോക്കുക. പക്ഷേ ചിലത് ഇപ്പോൾ നല്ലോണം ഇപ്പോൾ ഇതുപോലെ ഡിം ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കരുത്. ഓക്കെ. പിന്നെ കുറക്കേണ്ടത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഈ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് വരും. പിന്നെ ഇതിൽ വൈറ്റ് ഉണ്ട്, നമ്മുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ്. അപ്പോൾ നേരത്തെ കണ്ട ഇമേജ് അല്ല, വീഡിയോ അല്ല, ഇപ്പോൾ എൻ്റർലി മാറ്റം വന്നല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും ഫേസിൽ. അപ്പോൾ അതൊക്കെ മാറും. നമ്മളോരോ രാവിലെയും വൈകുന്നേരമൊക്കെ എടുക്കുന്നതനുസരിച്ചിട്ട് മാറും അതിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ. ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് കുറച്ച് വലുതാക്കാം. കാരണം നമുക്കത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സെൻട്രലായിട്ട് കിട്ടിയാൽ നല്ലത്. അപ്പോൾ ഈ തലേൻ്റെ മുകളിൽ എപ്പോഴും കുറച്ച് സ്പേസ് വേണം, ഈ തലേൻ്റെ മുകൾ ഭാഗത്ത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോൻ്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ CapCutൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഫോണിൽ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക.
സ്ക്രീൻഷോട്ട് എടുത്തത് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ആപ്പ് പറയുന്നത് അഡോബിൻ്റെ ഫയർഫ്ലൈ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം, നിങ്ങൾ അത് ജസ്റ്റ് ഡയറക്റ്റ് ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ അഡോബ് ഫയർഫ്ലൈയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വെച്ച് ഡയറക്റ്റ് ഓപ്പൺ ആക്കിയാൽ ഇത് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം, ഇമേജ് അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ് ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ടച്ച് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ ഈ ബ്ലാക്കിൽ എവിടെയെങ്കിലും ഇതുപോലെ വരക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്രഷ് സൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രഷിൻ്റെ സൈസ് വേണം കുറക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ കാണുന്ന പ്രോംപ്റ്റിൽ നമുക്ക് അവിടെ എന്താണോ വേണ്ടത് എഴുതി കൊടുക്കാം. ഇപ്പോൾ വാൾ ഡെക്കർ എന്ന് എഴുതി കൊടുത്താൽ അത് വരും. ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വേഗം ചെയ്യുന്നതെന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രോംപ്റ്റ് എഴുതി കൊടുക്കാം. അതിന് ഗൂഗിളൊക്കെ ഉപയോഗിച്ചിട്ട് ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല പ്രോംപ്റ്റുകൾ ഉപയോഗിക്കും. വാൾ ഡെക്കർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിനേക്കാളും നല്ല സാധനങ്ങൾ വരും. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതാണ് വരുന്നതെന്നില്ല. അത് ഞാൻ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഇനിയിപ്പോൾ വാൾ ഡെക്കർ അല്ല, നമുക്ക് ഫ്ലവറാണ് വേണ്ടതെങ്കിൽ സൈഡിൽ മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സൈഡിൽ മാത്രം. അപ്പം ഇൻഡോർ പ്ലാന്റ് നടിക്കുക, ജനറേറ്റ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് എന്ന് അടിച്ചപ്പോൾ അവിടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് കിട്ടും. നമുക്കിത് ഏതാണ് ബെറ്റർ തോന്നുന്നത് അത് എടുക്കുക. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതെടുക്കുക, ഇതാണെങ്കിൽ ഇത്. ഓക്കെ, ഇത് കുറച്ചുകൂടി കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതെടുത്തു. എന്നിട്ട് ഇവിടെ കീപ്പ് കൊടുക്കുക. ഇനി ഒന്നുകൂടി ഞാൻ ഇവിടെ ചെയ്യുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോട്ടോ ഫ്രെയിം ഞാൻ കൊടുത്തു നോക്കട്ടെ കിട്ടും. ഫോട്ടോ ഫ്രെയിം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാം എന്ത് വേണമെങ്കിലും. ഫോട്ടോ ഫ്രെയിം വന്നിട്ടുണ്ട്, പക്ഷെ അത് അത്ര ഒരു ഭംഗിയുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ ആഡ് മോർ എന്നുള്ളതിൽ ആ ഒരു പ്ലസ് ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഫോട്ടോ വന്നിട്ടുണ്ട്, പക്ഷെ അതും നമുക്കൊരു ഭംഗിയുള്ളതല്ല. അപ്പം ജസ്റ്റ് അതും കൂടി ഒഴിവാക്കിയിട്ട് വീണ്ടും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ ബുക്ക് ഷെൽഫ് എന്ന് കൊടുക്കാം. എന്നിട്ടൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സമയം കൂട്ടാം ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ബുക്ക് ഷെൽഫ് അടിച്ചിട്ട് വേറെന്തോണ് വന്നത്. അപ്പോൾ അതും ക്യാൻസലാക്കി. ഷെൽഫ് എന്നതിൻ്റെ സ്പെല്ലിങ് മാറി, അതാ പ്രശ്നം. ബുക്ക് ഷെൽഫ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് നിർത്തുമ്പോൾ ബുക്ക് ഷെൽഫ് വന്നിട്ടുണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ചെറിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ നേരെ കയറി വരരുത്. കയറി വന്നാൽ നമുക്ക് കറക്റ്റ് അത് കിട്ടൂല. നമുക്കിതിപ്പോൾ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ കളയണമെങ്കിൽ ഇവിടെ ആഡ് ഉണ്ട്, സബ്സ്ട്രാക്റ്റ് ഉണ്ട്. ഈ സബ്സ്ട്രാക്റ്റ് ആണ് ഞാനിപ്പോൾ കൊടുത്തത്. ഇതുണ്ടോ, അപ്പോൾ ഈ ഒരു പോർഷന് മാത്രം മതി. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം ജനറേറ്റ് കൊടുക്കും. ഇപ്പോൾ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നന്നായിട്ടുള്ളതൊന്നും എടുക്കാം. ഇത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതും എടുക്കാം. ഇതൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കീപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സംഭവമായി, നമുക്കിതാണ് വേണ്ടത്. ഇനി ഇവിടെ മുകളിൽ ഒരു ആരോ കാണാം, അത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡായിട്ട് കിട്ടും നമുക്ക്. ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയി. പക്ഷേ ഇതൊരു പ്രശ്നം വെച്ചാൽ ഇതിന് ഏറ്റവും താഴെ അഡോബ് ഫയർഫ്ലൈ എന്ന് എഴുതി കാണിക്കും. നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ മാർക്ക്, അഡോബ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ മാർക്ക് അതിൽ വന്നിട്ടുണ്ടാവും. അതിനെ കളയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഗൂഗിളിൽ എടുത്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. ഇവിടുന്ന് അപ്ലോഡ് ഇമേജ് എടുക്കുക. നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക.
അപ്പോൾ അത് ലോഡാവുന്നുണ്ട്, ലോഡായി വരട്ടെ. ഇതിലൊരു 3 പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ബിഫോർ ആഫ്റ്റർ ഉണ്ടോ, ആ കംപ്ലീറ്റ് അഡോബ് ഫയർഫ്ലൈ എന്നുള്ളത് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അതും ഡൗൺലോഡായിട്ട് വന്നു, നമുക്ക് ആവശ്യമുള്ള ഇമേജ് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ക്യാപ്കട്ടിലാണ് അടുത്ത പരിപാടികൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാപ്കട്ട് ഓപ്പൺ ആക്കാം. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടുത്തെ താഴെ ടൂൾസ് വരും, അതിൽ ഓവർലേ എടുക്കുക, ആഡ് ഓവർലേ കൊടുക്കുക. ഈ ആഡ് ഓവർലേ കൊടുത്തിട്ട് ഇതിൽ ഫോട്ടോസിൽ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇത് കൊണ്ടുവരും. ഇത് ഇവിടെ സൈസ് ചെയ്യുക, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. താഴെ കണ്ടോ, നമ്മളത് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ കാണും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ഓവർലേയിൽ വന്ന് ഈ ഒരു ഓപ്ഷൻ, താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ തൊട്ട് താഴെ ഓവർലേ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതുണ്ടോ, മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ വരാത്തത് ഞാൻ VPN ഓഫാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ VPN ഓണാക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ VPN ഓപ്പൺ ആക്കിയിട്ടുണ്ട്, VPN കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ VPN കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മാസ്ക് കിട്ടും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്തിട്ട് മാസ്ക് എടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഹൊറിസോണ്ടൽ മാസ്ക് എടുക്കുക. ഹൊറിസോണ്ടൽ അല്ല, മിറർ. ഓക്കെ, മിറർ എടുത്തിട്ട് രണ്ടാമത്തത് മിറർ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുക. ഇതുണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ല, അത് പ്രശ്നമാക്കണ്ട, നമുക്ക് വരും. അത് കുറച്ച് പണിയാണ്, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. റൊട്ടേഷനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും, ഞാൻ കൈകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇൻവേർട്ട് കൊടുക്കുക. ഈ സൈഡിൽ കണ്ടോ ഒരു ഇൻവേർട്ട്, ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓക്കെ അടിക്കാം. കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. കണ്ടോ, പിന്നെ ഈ കൈയൊക്കെ അനക്കുന്ന സമയത്തൊന്ന് നോക്കുക. ഞാൻ പിന്നെ ഇതിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് കൈയൊക്കെ അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണും. പക്ഷെ നേരെ ഒന്ന് സംസാരിച്ചാൽ മതി. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാത്തതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫുള്ളായിട്ടൊന്ന് ലാസ്റ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ, വീട്ടിലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയാലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും കുറച്ചുകൂടി പിന്നെ പ്ലെയിൻ കളേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്ത എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കറക്റ്റായിട്ട് കട്ടാവാതിരിക്കുക, അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് നോക്കണ്ട, നിങ്ങൾ നിങ്ങളായ രൂപത്തിൽ നല്ല നല്ല പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഇമേജ് ജനറേറ്റ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ട് വരും. ചില ആളുകൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരിക്കും തോന്നും. ചെയ്ത് നോക്കുക. ഈ വീഡിയോ കുറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കിട്ടും തോന്നും. പിന്നെ നിങ്ങൾ VL ചെയ്യുന്നവരാണ്, യൂട്യൂബിൽ VLൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. VL ഇതേ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവരും AI വെച്ച് ചെയ്യുന്നതൊക്കെ പഠിച്ചു. ഇപ്പോൾ അടുത്ത വീഡിയോ മുതൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് വെളിച്ചത്തോടെ കാണണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.